ഇപ്പോൾ കോട്ടയത്ത് ഒരു വീട് വാങ്ങിയത് ബാല കോകിലയ്ക്ക് നൽകിയ സമ്മാനമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നിരവധി പേർ എത്തുന്നത്. അതിനൊരു പ്രത്യേകമായ കാരണമുണ്ട് എന്നും പറയുന്നുണ്ട്. പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിട്ടുള്ള ബാലയുടെ വാർത്തകളാണ് ഇപ്പോൾ നിറയുന്നത്. ബാല ഇപ്പോൾ കൊച്ചിയിൽ നിന്നൊക്കെ മാറി കോട്ടയത്ത് സ്ഥിരതാമസമായിരിക്കുകയാണ്. ആ സ്ഥിരതാമസത്തിന്റെ കാര്യത്തിൽ തന്നെ ഇപ്പോൾ എല്ലാവരും ചോദിച്ചെത്തുന്നു. ഇനി ഇവിടെയാണ് സ്ഥിരതാമസമെങ്കിൽ പ്രേക്ഷകരുടെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകണമെന്നാണ് പറയുന്നത്. കോട്ടയത്തെ വീട് കോകിലയ്ക്ക് സമ്മാനമായി വാങ്ങിയതെന്നാണ് പറയുന്നത്. അത് പറയുമ്പോൾ തന്നെ ബാല ചോദിക്കുന്നുണ്ട്, കോകിലയുടെ ആസ്തി എത്രയാണെന്ന് അറിയാമോ എന്ന്. അത് പറയുമ്പോൾ തന്നെ കോകില വരൂ മാമ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ബാലയുടെ പ്രിയപ്പെട്ട കോകിലയും കോകിലയുടെ വിശേഷങ്ങളും തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. ബാല രാവിലെ അമ്പലത്തിലെത്തിയപ്പോൾ തന്നെ മാധ്യമങ്ങളെല്ലാം ബാലയുടെ പിന്നാലെ കൂടി. അതിനുശേഷം അവിടെ നടന്നത് ചോദ്യോത്തരങ്ങൾ തന്നെയാണ്. എല്ലാത്തിനുമുള്ള ഉത്തരം നൽകി. കോകിലയുടെ ആസ്തി എത്രയാണെന്ന് നിങ്ങൾക്കറിയാമോ എന്ന് ചോദിച്ചപ്പോൾ തന്നെ കോകില അത് പറയരുതെന്ന് ബാലയെ വിലക്കുന്നുണ്ടായിരുന്നു. എന്തായാലും കോടികൾ ആസ്തി കാണുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ബാലയുടെ അത്ര കോടികൾ ഇല്ലെങ്കിൽ പോലും തീരെ പാവപ്പെട്ട ഒരു കുടുംബത്തിലെ ഒരു കുട്ടിയല്ല കോകില എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന ഒരു വാർത്ത തന്നെയാണ് ഇത് എന്ന് പറയണം. കോകിലയ്ക്ക് വേണ്ടിയാണ് കോട്ടയത്ത് ഇത്രയും സമാധാനമായൊരു വീട് ബാല വാങ്ങിയത് എന്ന് പറയുന്നു. പുഴകളും ചെടികളും ഒക്കെ മാത്രമായി നിൽക്കുന്ന ഒരു വീട്, സ്വിമ്മിംഗ് പൂളും ഒക്കെ നിരത്തിക്കൊണ്ട് ബാല തൻ്റെ വീടിൻ്റെ സ്വപ്നങ്ങളെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസമായിരുന്നു സ്വിമ്മിംഗ് പൂളിൻ്റെ പണി നടന്നതെന്നും പറയുന്നുണ്ട്. വീടിന് തൊട്ട് മുന്നിലായി തന്നെ പുഴയും ഒക്കെയുണ്ട്. എന്നിട്ടും വീടിന് ചേർന്ന് തന്നെ സ്വിമ്മിംഗ് പൂൾ ഒരുക്കി. പുഴ ആസ്വദിക്കാനുള്ളതാണ്. പുഴയിലിറങ്ങി നമ്മൾ ഒരിക്കലും അതിനെ ഇല്ലാതാക്കാൻ പാടില്ല. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ബാല അത്തരത്തിലൊരു തീരുമാനമെടുത്തത്. ബാലയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുകയും പ്രേക്ഷകരെല്ലാവരും കോകിലയെക്കുറിച്ച് തന്നെയാണ് ചോദിക്കുന്നത്. കോകില ഇപ്പോൾ മലയാളികൾ ഏറ്റെടുത്തു. ബാലയുടെ ഭാര്യ എന്ന നിലയിൽ തന്നെയാണ് പ്രേക്ഷകർ കോകിലയെ ഏറ്റെടുത്തത്. മാമ എന്ന് വിളിച്ച് കോകില ബാലയുടെ പുറകെ തന്നെയുണ്ട്. അത് കാണുമ്പോൾ തന്നെ ബാലയ്ക്ക് ഇപ്പോൾ ഒരുപാട് സ്നേഹം കിട്ടുന്നു എന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നു. മുൻ ഭാര്യമാരൊന്നും തന്നെ ഇത്രയ്ക്ക് സ്നേഹിച്ചിട്ടില്ല എന്നാണ് ബാല പറയുന്നത്. ബാലയുടെ ആ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെയാണ് പ്രേക്ഷകർക്കും അത് മനസ്സിലാകുന്നത്. പ്രേക്ഷകർക്കൊക്കെ ഞെട്ടലാണ്. എത്ര പെട്ടെന്നാണ് ബാല മറ്റൊരു ജീവിതത്തിലേക്ക് വേഗം കടന്നതെന്ന്. എന്നാൽ തൻ്റെ മാമ പൊണ്ണായ കോകില തന്നെ എത്ര നന്നായി ഭംഗിയായി നോക്കുമെന്ന് നേരത്തെ ബാലയ്ക്ക് അറിയാമായിരുന്നു. അതേപോലെ ഭംഗിയായി തന്നെയാണ് നോക്കുന്നത്. തനിക്ക് വേണ്ട ഭക്ഷണം വച്ച് തന്നെ തന്നോടൊപ്പം നിൽക്കുന്ന ഒരു ഭാര്യയാണ് തനിക്ക് വേണ്ടത്. തൻ്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഭാര്യ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാനാകൂ. അതുതന്നെയാണ് ഞാനും പങ്കുവയ്ക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ നിരവധി പേരാണ് ഇതിനെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ ഏറ്റെടുക്കുന്നത്. പ്രേക്ഷകർ ഇരുകൈ നീട്ടി സ്വീകരിക്കുന്ന വാർത്തയായി മാറുകയാണ് ഇപ്പോൾ ഈ വാർത്ത. പ്രേക്ഷകരുടെ അടുത്തേക്ക് എത്തുന്ന വാർത്തകളൊക്കെ പ്രേക്ഷകർ ഇരുകൈ നീട്ടി സ്വീകരിക്കാറുണ്ട്. പ്രത്യേകിച്ച് ബാലയുടെ വാർത്തകൾ. ബാലയെ അങ്ങനെ ആരും കുറ്റപ്പെടുത്തുന്നില്ല. ഇപ്പോഴും ബാലയ്ക്ക് പിന്തുണ ഒരുപാടുണ്ട് എന്ന് വേണം പറയാൻ. ബാലയ്ക്ക് പിന്തുണ നൽകാത്തവർ കുറവ് തന്നെയാണെന്ന് പറഞ്ഞേ മതിയാകൂ. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.